ശ്രീ മഹാഗണപതേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമാദ്യന്തഭീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. നമസ്കാരം. സംസ്കൃതം മൂലശ്ലോകം ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം. ദശകം 90. ശ്രീഹരേ നമഃ. ശ്ലോകം 1. വൃകഭൃഗുമുനിമോഹിന്യംബരീഷാദി വൃത്തേഷ്വയി തവ ഹി മഹത്വം സർവശർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാഗഭിന്നം കിമപി യദവഭാതം തദ്ധിരൂപം തവൈവ. മലയാള പരിഭാഷ. ശകുനിജ ഭൃഗുധാത മോഹിനീയംബരീഷൻ മഖനിവരെ ജയിച്ചു നീ മഹാൻ ലോകജേത. സകളമതിലഭിന്നം നിഷ്കളം നിന്റെ രൂപം പറവതിനെളുതല്ലാത്താതി തേജസ്സു നീയേ. ശ്ലോകം 2. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സ വികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. മലയാള പരിഭാഷ. ശൈവർ പറഞ്ഞിതു സദാശിവ പഞ്ചകത്തിൽ മൂർത്തിത്രയേശനഥ പഞ്ചമനങ്ങു തന്നെ മൂന്നാക്കി സത്യമുലകമ്പത മൂന്നു മൂർത്തിഭാവേ ഭവാനഥ വസിപ്പു വികുണ്ഠവാസിൻ. ശ്ലോകം 3. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർധാതാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോത്കടത്വമപി ചാസ്തി തമോ വികാരചേഷ്ടാദികഞ്ച തവ ശങ്കരനാംനി മൂർത്തൗ. മലയാള പരിഭാഷ. മൂർത്തിത്രയത്തിലഥ സാത്വികനാണു വിഷ്ണു സത്വം കുറഞ്ഞ വിധിയോ രജസപ്രധാനൻ നിന്നംശമാം ശിവനു സാത്വികമേറെ എന്നാൽ ചെയ്യും പ്രവൃത്തികളുമേറെ തമപ്രധാനം. ശ്ലോകം 4. തം ച ത്രിമൂർത്യധിഗതം പരപൂരുഷം ത്വാം സർവാത്മനാപി ഖലു സർവമയത്വഹേതോ ശംസന്ത്യുപാസനവിധൗ തദപി സ്വതസ്തു ത്വദ്രൂപമിത്യതിദൃഢം ബഹുന പ്രമാണം. മലയാള പരിഭാഷ. ഈ മൂർത്തി മൂന്നിനും അതീശ്വരൻ അങ്ങു തന്നെ സർവസ്വരൂപനതിലാലഥ ശൈവഭക്തർ പൂജിപ്പു ശർവനിധി തീർച്ചയതും ഭവാനേയുണ്ടേറെ യുക്തി അതിനെന്നതു സുപ്രസിദ്ധം. ശ്ലോകം 5. ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവൽ ത്വാമേവ മാനയതി യോ നഹി പക്ഷപാതീ ത്വന്നിഷ്ഠമേവ സഹി നാമസഹസ്രകാദിവ്യാഖ്യത് ഭവൽ സ്തുതിപരശ്ച ഗതിം ഗതോന്തേ. മലയാള പരിഭാഷ. ശ്രീശങ്കരൻ സകളരിൽബത നിന്നെയല്ലോ നിഷ്പക്ഷനീശ ബഹുമാനമൊടേ ഭജിച്ചു വ്യാഖ്യാനമോദിതവ നാമസഹസ്രകത്തിനന്തിയേ ഭവൽ ഭജനമാർന്നഥ മുക്തി നേടി. ശ്ലോകം 6.
മൂർത്തിത്രയാതിഗം ഉവാച ച മന്ത്രശാസ്ത്രസ്യാദോ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനഞ്ച നിഷ്കളമസോ പ്രണവേ ഖലൂക്ത്വാ ത്വാമേവ തത്ര സകളം നിജഗാദ നാന്യം. മലയാള പരിഭാഷ. മുമ്മൂർത്തിമാർക്കധിപനങ്ങിതി മന്ത്രശാസ്ത്രേ ആചാര്യനോദി സകലേശ്വരമേഘവർണ. ഓങ്കാരമായ വഴി നിഷ്കള പൂജയായും ചൊല്ലുന്നു മൂർത്തി ഭജനത്തിനുമങ്ങെ മാത്രം. ശ്ലോകം 7. സമസ്തസാരേ ച പുരാണ സംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യതേ. ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത പരം പദം തേ കഥിതം ന ശൂലിന. മലയാള പരിഭാഷ. ശ്രുതങ്ങളിൽ സത്തു പുരാണ സംഗ്രഹേ ഭവാന്റെ സൽകീർത്തിയെ ചൊൽവതെങ്ങുമേ. ത്രിമൂർത്തി വാഴുന്നൊരു സത്യമാമ്പതേ ഭവത്പദം മീതെ ശിവന്റെ അല്ല പോൽ. ശ്ലോകം 8. യത് ബ്രാഹ്മകൽപ്പൈഹ ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം വപുരനാവൃതമീശധാത്രേ തസ്യൈവ നാമ ഹരിശർവമുഖം ജഗാദ. ശ്രീമാധവ ശിവപരോപി പുരാണസാരേ. മലയാള പരിഭാഷ. സ്കന്ധം ദ്വിതീയമതു ഭാഗവതേ പ്രസിദ്ധം. ഈ ബ്രഹ്മകൽപ്പമതിലാ വിധി കണ്ട രൂപം ചൊല്ലുന്നു ശർവഹരിയെന്നഥ ശൈവഭക്തൻ ശ്രീമാധവൻ പലവിധേന പുരാണസാരേ. ശ്ലോകം 9. യേ സ്വപ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തേ തേഷാം ഫലം ഹി ദൃഢയൈവ തദീയ ഭക്ത്യാ. വ്യാസോ ഹി തേന കൃതവാനധികാരി ഹേതോ സ്കാന്ദാദികേഷു തവ ഹാനിവചോർത്ഥവാദേ. മലയാള പരിഭാഷ. പൂജിപ്പതീശന ചിലർ പ്രകൃതി സ്വഭാവാൽ കിട്ടുന്നവർക്കു ഫലവും ദൃഢഭക്തി മൂലം. സ്കാന്താർത്ഥവാദമതിലങ്ങയെ താഴ്ത്തിയോതി വ്യാസന്നവർക്കു ബത ഭക്തി വളർത്തുവാനായി. ശ്ലോകം 10. ഭൂതാർത്ഥകീർത്തിരനുവാദ വിരുദ്ധവാദൗ ത്രേധാർത്ഥവാദഗതയ ഖലു രോചനാർത്ഥ. സ്കാന്ദാദികേഷു ബഹവോത്ര വിരുദ്ധവാദാസ്ത്വത്താമസത്വ പരിഭൂത്യുപശിക്ഷണാദ്യാ. മലയാള പരിഭാഷ. കീർത്തിപ്പതുള്ളതിനെ താഴ്ത്തിയതേ മറിച്ചും ചൊല്ലുന്നു മൂന്നിതി രുചിക്കിതമർത്ഥവാദം. സ്കാന്തം മുതൽ പറവതുണ്ടു വിരുദ്ധവാദം നിൻ താമസത്തെ ശിവ സാത്വികതയ്ക്കു വേണ്ടി. ശ്ലോകം 11. യത് കിഞ്ചിദപ്യവിദുഷാപി വിഭോ മയോക്തം തന്മന്ത്രശാസ്ത്രവചനാദ്യഭിദൃഷ്ടമേവ. വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത ക്ലേശാൻ വിധൂയ കുരു ഭക്തിഭരം പരാത്മൻ. മലയാള പരിഭാഷ. ചൊല്ലുന്നു ശാസ്ത്രമതു മന്ത്രവിവർണിതങ്ങൾ കാര്യത്തെ ഞാൻ അറിവു കെട്ടവനെങ്കിലും പോൽ. വ്യാസൻ പുകഴ്ത്തിയൊരു ഭാഗവതത്തിലെങ്ങും ലോകത്തെ മാറ്റീനി ഭക്തി വളർത്തു കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.